Hello everyone, welcome to another video. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം. ലൈക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ഫെബ്രുവരി തൊട്ടെന്നുള്ളത്, അതായത് ഈ വർഷത്തിൻ്റെ സ്റ്റാർട്ടിങ് ഉള്ള സംഭവങ്ങളാണ് അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. ബിക്കോസ് ഞാൻ നാട്ടിൽ പോയിരുന്നു, എനിക്ക് ഇത് ഇടാൻ വിശേഷങ്ങളൊന്നും ഇടാൻ സമയം കിട്ടിയില്ല. നെറ്റ് കണക്ഷൻ പ്രോബ്ലം, അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹെയറിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, സോ നാട്ടിൽ പോകുന്ന മുമ്പേ കുറച്ച് കാര്യങ്ങൾ ലുക്ക് മാറ്റാനായിട്ട്. ഓക്കെ, so let's see. Hope you'll enjoy this video. Hello everyone, welcome to another video. Hey Jaden. Hello everyone, welcome to another video. അപ്പോൾ ഞാൻ സ്പീഡിന് എടുക്കുകയാണ്. അതായത് എൻ്റെ മുടിയൊക്കെ കണ്ടോ, ചിലപ്പം എല്ലാം ഓക്കെ ആണെങ്കിൽ വേറെ സർപ്രൈസ് ഉണ്ട്, ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, പെട്ടെന്ന് പോകണം. 1:30ക്കാണ് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ ആദ്യം 1:30ക്ക് എന്താ പറയുക, അവിടെ കൺസൾട്ട് ചെയ്യണം. എല്ലാം ഓക്കെ ആണെങ്കിൽ ഇപ്പം ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്, ഞാൻ ഒരു സംഭവം ചെയ്യുന്നതായിരിക്കും മുടിയിൽ. ഓക്കെ, അത് ചെയ്തിട്ട് കാണിച്ചു തരാം. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ലൈക്ക് നെയിൽ സലൂൺ വേറെ ആയിരിക്കും, നെയിൽസ് ചെയ്യുന്ന വേറെ സ്ഥലത്തിലായിരിക്കും, ഐബ്രോസും ഇതൊക്കെ വേറെ സ്ഥലത്തായിരിക്കും, ഫേസിൻ്റെ കാര്യമൊക്കെ. പിന്നെ ഹെയറിന് സ്പെഷ്യലായിട്ടൊരു ഇതായിരിക്കും, സലൂണായിരിക്കും. ഓക്കെ, സോ അങ്ങനെ പലയിടത്തു നിന്ന് പോകുന്നുണ്ട്. ബിക്കോസ് ഓൺലി 4 more days. ഓക്കെ, പിന്നെ എന്താ ഞാൻ പറയാൻ വന്നത്, സോ ലെറ്റ്സ് സീ വാട്ട്സ് ഓൾ ഗോയിങ് ടു ഹാപ്പൻ. ചിലയിടത്ത് ലൈക്ക് എല്ലാം ഒരേ സലൂണിൽ നടക്കും. ലൈക്ക് ഹെയറിൻ്റെ ചെയ്യും, നെയിൽസിൻ്റെ ചെയ്യും, ഇന്ത്യൻ സലൂൺസ്, അല്ലെങ്കിൽ ചിലതിനകത്ത് അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ, ചിലതൊക്കെ പാടില്ലല്ലോ. ഇപ്പം ഞാൻ ഐബ്രോ എന്ന് ഒരു സ്ഥലത്ത്, ഹെയറിന് വേറെ സ്ഥലത്ത് പോകാനിരിക്കുക. അവിടെ ഗൾഫിലൊക്കെ പണ്ട് അങ്ങനെയൊന്നും ഇല്ല, ഒരാൾ തന്നെ നോക്കിയിട്ട് ദിസ് മച്ച് ഇസ് ദ റേറ്റ് എന്ന് പറഞ്ഞിട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ പരിപാടി എന്ന് നോക്കാം. ഓക്കെ, അല്ലാമോ കുറേ വർഷം ശേഷം എടുക്കുന്നതാ, കുറേ മാസം ശേഷം എടുത്തതാ അല്ലേ. ഞാൻ എൻ്റെ ഐബ്രോസ് ചെയ്തു ഗൈസ്. അവിടെ ഹൈലൈറ്റ്സ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവിടെ ചെയ്യൂല എന്ന് പറഞ്ഞു. അത് മീൻസ് ഈ ഫേസിൻ്റെ കാര്യത്തിനൊക്കെ ഉള്ളത് അവിടെ. പിന്നെ നെയിൽസും ചെയ്യും ഇവിടെ. നെയിൽസ് ചെയ്യുന്നില്ല, കാരണം കുഞ്ഞുള്ളതുകൊണ്ട്. കൊള്ളാമോ, കുറേ മാസങ്ങളായി ചെയ്തിട്ട്. ആവശ്യമില്ലാന്ന് തോന്നി, ഇപ്പോഴും ആവശ്യമുണ്ടെന്ന് തോന്നിയത്. നാട്ടിൽ പോയല്ലേ. ഷീസ് മൈ ലൈഫ് സേവർ. അവസാനം എൻ്റെ നിമിഷം കിട്ടിയതാ. ഓക്കെ, എന്തൊക്കെ ആവുമെന്ന് കണ്ടറിയാം. ഇതൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. Yeah. Got the color. Oh my god. Okay, we have to wash up. Tabii ki başka bir şey söyleyeceğim. Yağlı kesme. Ben onu halledeceğim. Ben dediğim hani normalde yenge desin duvar kağıtları var. Normalde bizim boyadığımız ücret. Let's start to play. Turn. Because suit is two colors mixed really nice. Sorry. ഗൈസ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഞാൻ എങ്ങനെയായിരുന്നു സംഭവം, ഞാൻ കേളിന് വേണ്ടി മാത്രം പോയത്. അതാ ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞു, ഞാനിപ്പോൾ ശരിയാക്കി തരാം, കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കേളിന് വേണ്ടി പോയതാ. അപ്പോൾ കാണാം എല്ലായിടത്തും ഭയങ്കര ജാട. ലാസ്റ്റ് അവർക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കണം, 2 ആഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി അടുത്തത്. അപ്പോൾ എല്ലാം പ്രശ്നം. പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു. സൺഡേ ആണ് ഇവിടുത്തെ അവസ്ഥ. ഇങ്ങനെയാണ് സൺഡേസ്, ഇങ്ങനെയാണ്. ഒറ്റ മനുഷ്യർ കാണത്തില്ല എല്ലായിടും, മിക്ക സ്ഥലത്തും. പിന്നെ മാഞ്ചസ്റ്റർ, ഇപ്പോൾ ടൗൺ സിറ്റിയൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ എൻ്റെ കഥ എന്ന് പറഞ്ഞാൽ, ഞാൻ കേൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. പക്ഷേ ഏതായാലും ഇവരെനിക്ക് ടെമ്പററി ആയിട്ട് കേൾ ചെയ്ത് തന്നു. ഞാൻ പെർമനൻറ്റ് ചെയ്യാനിരുന്നതാണ്. അപ്പോൾ എല്ലായിടും ഇത് വേണം, 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അപ്പോൾ എനിക്ക് 3 ദിവസം കൂടെ ഉള്ളൂ. അങ്ങനെ എല്ലാവരും പണി പറ്റിച്ച് അങ്ങനെ അവസാനം പറഞ്ഞു, ഓക്കെ അറ്റ്ലീസ്റ്റ് ഒന്ന് കളർ ചെയ്ത് മുടി കട്ട് ചെയ്തിട്ട് പോകാമെന്ന്. അങ്ങനെ ഈ പരുവത്തിലാക്കിയിട്ടുണ്ട് ഗൈസ്. കൊള്ളാമെന്ന് വിശ്വസിക്കുന്നു. മുഖം മാറത്തില്ലല്ലോ, അതെന്താ ചെയ്യാ, പക്ഷെ കൊള്ളാം. ഓക്കെ, അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു പോപ്പുലർ സലൂണാണ്. ഞാൻ പേര് പറയുന്നില്ല, അതിൻ്റെ ബ്രാഞ്ച് കുറേ അടുത്തുണ്ട്. സോ എനിക്കവിടെ വീണ്ടും പോകണേ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ, അവിടെ വിളിച്ചപ്പോഴത്തേക്കും അവിടെ ഒരു പെണ്ണെടുത്തിട്ട് പറഞ്ഞു, യെസ് മാം അപ്പോയിൻമെൻറ്റ് തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കേൾ ചെയ്യണമെന്ന് പറഞ്ഞു, ഹൈലൈറ്റൊക്കെ ചെയ്ത് കേൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ ആദ്യം പറഞ്ഞു 2 weeks കഴിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് 3 ഡേയ്സിനകം നാട്ടിൽ പോകണം. സോ ഇന്ന് തന്നെ പറ്റും, എനിക്ക് വേറെ ദിവസം ഇല്ല എന്നെ കൊണ്ടുവിടാനും എടുക്കാനും ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അവൾ നോക്കിയിട്ട് തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു പറ്റും, കുഴപ്പമില്ല, 1 മണിക്ക് അപ്പോയിൻമെൻറ്റ് വാ, 5 o'clock നമുക്ക് സംഭവം ചെയ്യാം, ഇഫ് എവറിത്തിങ് ഈസ് ഫൈൻ വിത്ത് യു ആൻഡ് ദ കൺസൾട്ടൻറ്റ്. അങ്ങനെ നമ്മൾ 1 മണിയൊക്കെ ആയപ്പോൾ അവിടെ പോയിട്ട് ഒരു അമ്മ ഉണ്ടായിരുന്നു, ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. അവരെൻ്റെ മുടിയൊക്കെ കണ്ടു, ഇത് ഹെവിയാണ്, കേൾ ചെയ്ത് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് പോസിബിൾ, 2-3 weeks കഴിഞ്ഞിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു 2-3 weeks, 2-3 daysനകം ഐ ഹാവ് ടു ട്രാവൽ എന്ന് പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ ഒരു ചിരിച്ചിട്ട് ഇങ്ങനെ പുച്ഛം ഇങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞ് അയ്യോ ടുഡേ നോട്ട് പോസിബിൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പെണ്ണ് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് അപ്പോയിൻമെൻറ്റ് എടുത്ത് ഇഫ് എവറിത്തിങ് ഇസ് ഫൈൻ 5 o'clock നമുക്ക് ഇത് ചെയ്യാമെന്ന് അവർ പറഞ്ഞതാണല്ലോ, പിന്നെ എന്താന്ന് പറഞ്ഞു. അല്ലോ ഹൂ ഇസ് ദാറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ റിസപ്ഷനുള്ള ഒരു കൊച്ചിനെ വിളിച്ചു. അപ്പോൾ അവളല്ല പറഞ്ഞതെന്ന് അവൾ പറഞ്ഞു. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പേര് ചോദിക്കാൻ വിട്ടുപോയി. അത് പേര് ചോദിച്ചിട്ട് മറന്നുപോയോ, അങ്ങനെ എന്തോ ഒരു സംഭവം. അപ്പോൾ ഞാൻ ഈ ഷോപ്പിങ്ങും ഇതിൻ്റെ ഇടയൊക്കെ ഇരിക്കുകയല്ലേ. അപ്പോൾ അവനിവിടെ സൈക്കിൾ ചവിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അതിൻ്റെ തിരക്കിൽ ഇതൊക്കെ വിട്ടുപോയി. അപ്പോൾ അവർ പ്രോമിസ് ചെയ്യല്ലേ ഓക്കെ ഇന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പോയപ്പോൾ അത് ചീറ്റിപ്പോയി. ആ സ്ത്രീ പറഞ്ഞു നോ, എനിക്കിന്ന് വേറെ സ്ഥലത്ത് പോകാനുണ്ട്, സോ എനിക്കിന്നിപ്പോൾ ഇതൊന്നും നടക്കത്തില്ല, 2 weeks ആണെങ്കിലും വേണം അപ്പോയിൻമെൻറ്റ്, അടുത്ത അപ്പോയിൻമെൻറ്റിന്. അങ്ങനെ അവിടുന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പിന്നെ വേറെ കുറേ സലൂണിൽ കയറി ഇറങ്ങി നടന്നു. ഇവിടെ എല്ലാത്തിനും അപ്പോയിൻമെൻറ്റ് വേണം ഗൈസ്. പിന്നെ ഇന്ത്യൻ സലൂൺസിൽ പിന്നെയും കുഴപ്പമില്ല, മീൻസ് പാർലേഴ്സിൽ കുഴപ്പമില്ല, അവർ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ദേ വിൽ ഡു ഇറ്റ് ഫോർ യു. അപ്പോൾ എൻ്റെ ഈ ഒരു ഏരിയയിൽ ആകെ ആണോ ഞാൻ ഈ ഐബ്രോസിനൊക്കെ പോകുന്ന ഒരു ഇന്ത്യൻ ഇതേ ഉള്ളൂ. പക്ഷെ അവിടെ ഹൈലൈറ്റ് ഒന്നും ചെയ്യില്ല. അപ്പോൾ അതിപ്പോൾ കാണാം, വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അവിടെ ഹൈലൈറ്റ് ഒന്നും ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ തെണ്ടി തിരിഞ്ഞ് മിക്ക സലൂണിലും ചോദിച്ച് അവർക്കെല്ലാവർക്കും ഇതുപോലെ 2 weeks അപ്പോയിൻമെൻറ്റ് 3 days കഴിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ, അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെയാണ് അവസാനം ഈ ഒരു ലേഡിയെ വിളിച്ചു. ലാസ്റ്റായിട്ട് ഈ ഒരു 5 o'clock ഒക്കെ ആയപ്പോൾ 5:36, അതായത് ഇവിടെ സൺഡേസൊക്കെ മിക്കതും ക്ലോസ് ആവും, സൺഡേയും കൂടിയാണ്, വലിയ ഷോപ്പൊന്നും ഓപ്പൺ ആയിരിക്കത്തില്ല. അപ്പോൾ എങ്ങനെയോ ക്ലോസ്ഡ് ആയിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കി, ഹസ്ബൻഡും പറഞ്ഞു ഒന്ന് വിളിച്ചു നോക്ക്, ജസ്റ്റ് ട്രൈ യുവർ ലക്ക്. അങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും സ്ത്രീ പറഞ്ഞു ഓക്കെ വെയിറ്റ് ഡാർലിംഗ് ഐ എം കമ്മിങ് എന്ന് പറഞ്ഞിട്ടാണ് അവരിതൊക്കെ ചെയ്തു തന്നത്. ഇതിപ്പം 6 months കഴിഞ്ഞിട്ടുള്ള ഇതാണ്. ഓക്കെ, എന്തൊക്കെ നടന്നെന്ന് വീഡിയോയിൽ കാണാം. ഓക്കെ, കൊള്ളാമോ? ട്രാക്കുല പോലൊക്കെ ഇരിക്കും. ഇതെല്ലാം ചെയ്തു വന്ന് ഹെയർ കട്ട് ചെയ്തു, ബ്ലോ ഡ്രൈ ചെയ്തു, പിന്നെ ഈ കളർ അടിച്ചു, എല്ലാത്തിനും കൂടി 160 pound. അപ്പോൾ ഇത്രയൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് പോവാം. നല്ല റിയാക്ഷൻ എടുക്കാം. Haircut is nice. Yeah, haircut is so good. Except the color മാത്രം വേണ്ടായിരുന്നു. ആ മറ്റേ ഫോട്ടോ കാണിച്ചപ്പോൾ ഇങ്ങോട്ട് വാ. കിട്ടി ഗൈസ്, കിട്ടി. ആണ്ടടാ ആൻറ്റി വരുന്നടാ. കുഞ്ഞുങ്ങളെ ഒക്കെ എടുത്തിട്ട് എത്ര നാളായേ? ആരാ ചക്കര്? അങ്ങോട്ട് നോക്ക്, എന്നെ നോക്കല്ലേ. നോക്കുന്നേ ഇവിടെ ചാനൽ ഇങ്ങോട്ടാ. ചക്കര് അവിടെ എന്നാ നോക്കുന്നേ? വിഷുപ്പണ്ണ നോക്കിയതാണോ? ഹലോ, ആര് വാവേ? വേറെന്തോ ആലോചനയില്ല. ഹലോ കുഞ്ഞു, അങ്ങോട്ട് നോക്കടാ. ഞാൻ ഇവിടെ കൂടെ നോക്കും. ഇപ്പൊ കണ്ടോ? ഇപ്പൊ കണ്ടോ? ഞാൻ അവിടെ മര്യാദക്ക് കിടന്നല്ലേ? ആണോ ആണോ ആണോ? മനസ്സിലായി, വൈറ്റ് കിടന്ന് കേട്ടല്ലേ? അതെ. എന്നാണ്ട് വിശേഷം? സുഖാണോ? ആണോ? എവിടെ പോയിട്ട് വന്നതാ? സ്കൂളിൽ പോയതാണോ? ആ, എന്നിട്ട് അച്ചാച്ച എന്തി? കുളിക്കാൻ പോയോ? ആണോ? ഉറങ്ങുമായിരുന്നോ? ആ,
വീട്ടിൽ വന്നപ്പോ വർത്താനം നിന്നപ്പോ ഉണർന്നു പോയോ? നല്ല വിശേഷം പറയും കേട്ടാ. എന്നിട്ട് പുറത്തു പോകുന്ന ഇഷ്ടാണോ? നാട്ടിൽ പോകാൻ പോവാണോ? ഞാൻ ഒരു വിധത്തിൽ കഷ്ടപ്പെടുത്തി എന്നെ ഒന്ന് നോക്കിച്ചേ. അമ്മയുടെ മുഖത്തൊന്ന് കണ്ണെടുക്കുന്നില്ലായിരുന്നു. അമ്മയുടെ സൗണ്ട് അനുസരിച്ച് നോക്കി നിന്നതാ അല്ലേ? സൗണ്ട് ഞാൻ നോക്കി. വർത്താനം പറഞ്ഞോ, നന്നായിട്ട് വർത്താനം പറഞ്ഞോളും. ആ പറ, കാണാറ്റൊരു വിഷമാന്ന് പറ. പോലെ തോന്നുട്ടാ. ആണല്ലേ? കണ്ണ് ചെറിയ പൂച്ചക്കണ്ണ് പോലെ ഫീൽ ചെയ്യും. കുഞ്ഞ് ആരുടെ കയ്യാ കൊണ്ടേ? എന്റെ കൈ തന്നെയാണോ? എവിടെയാ കൊണ്ടേ? കണ്ണിൽ വിശക്കുന്നുണ്ടോ? കൈ മാറ്റിക്കോ, അല്ലെ അമ്മ കാണുമ്പോ അമ്മ പറയും കൈ വെക്കല്ലേന്ന് പറയും. ആ മാറ്റി. ഗുഡ് ബോയ് ആട്ടോ, ഗുഡ് ബോയ് ആട്ടോ. തണുപ്പ് കവർ ചെയ്യുന്ന രീതിയിലാണോ? അടുത്താണോ? ഇവിടുന്ന് 29 മിനിറ്റേ ഉള്ളൂ ട്രെയിന്. ഇവരെ പരിചയപ്പെടുത്തി കൊടുത്ത ബ്രോക്കർ ഞാൻ. മിക്കവാറും ജലി തിരിച്ച് നാട്ടിൽ നിന്ന് വന്നിട്ടായിരിക്കും ഈ പ്ലാനൊക്കെ നടക്കുള്ളൂ. ഇല്ല, ഇപ്പൊ കുടിച്ചേ ഉള്ളൂ. ആ എടുത്തോ. നീ എപ്പ കാണാം? ജനി തിരിച്ചു വരുമ്പോ കാണാം. പിന്നെ നമുക്ക് ട്രിപ്പ് ഒക്കെ പോകാം. എന്തോ ട്രിപ്പ് ഇൻസ്റ്റാഗ്രാം ഐ ഡി ചോദിച്ചാ